നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വമ്പന്മാർക്കിടയിൽ സൗദി മുട്ടുകുത്തി വീണു. ഇന്ത്യ ഡബിൾ ഹാപ്പി. ഗൾഫിൽ അത് നടക്കും, പ്രവാസികൾക്ക് ഇരട്ടി നേട്ടം. ലോകം 2023 കടന്നതിന് പിന്നാലെ പല മാറ്റങ്ങളാണ് നടന്നുവരുന്നത്. അതായത് ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രധാനമായും വ്യാപാര ഇടപാട് നടക്കുന്നത് എണ്ണയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എണ്ണ വിലയിലുണ്ടാകുന്ന മാറ്റം ഓരോ രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കുമെന്നതിൽ വേറെ ചിന്തിക്കേണ്ടതായിട്ടില്ല. എന്നാൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ വില കുറയ്ക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. വില കുറഞ്ഞ എണ്ണ കിട്ടുന്ന രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും എണ്ണയുടെ കാര്യത്തിൽ വറ്റാത്ത കലവറയാണ് സൗദി അറേബ്യ. വില നിർണ്ണയത്തിൽ സൗദിക്കുള്ള പങ്ക് ചെറുതല്ല. സൗദി അറേബ്യ കനത്ത സാമ്പത്തിക തിരിച്ചടി നേരിട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം വിപണിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. ഈ സാഹചര്യത്തിൽ എണ്ണ വില കുറച്ച് നൽകുകയാണ് സൗദി. അതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണവുമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന ഓഹരി വിപണികളെല്ലാം നഷ്ടം നേരിട്ടു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്തകളിൽ ഒന്ന്. എണ്ണ വിലയിലെ ഇടിവാണ് ഇതിന് ഒരു കാരണം. മാത്രമല്ല, പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ അമേരിക്കൻ ഫെഡറൽ റിസർവ് തീരുമാനിച്ചിരിക്കുകയാണ്. പലിശ നിരക്ക് പതിയെ ഉയർത്തിയാൽ മതിയെന്നാണ് ധാരണ. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ചൈന ഉൾപ്പെടെയുള്ള വൻ ശക്തി രാജ്യങ്ങൾ കടക്കുന്നുവെന്ന പേടി വിപണിയിലുണ്ട്. ലോകത്തെ പ്രധാന കമ്പനികൾ കൂട്ടത്തോടെ ജോലിക്കാരെ പിരിച്ചുവിട്ടതും ഈ ആശങ്കയുടെ മുന്നോടിയായിട്ടാണ്. ഈ സാഹചര്യത്തിൽ എണ്ണയ്ക്കുള്ള ആവശ്യത്തിൽ വലിയ ഇടിവ് വന്നേക്കും. ഇതാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുന്നത്. കൂടാതെ എണ്ണയെ പ്രധാന വരുമാന മാർഗമായി ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കാണ് പുതിയ സാഹചര്യത്തിൽ തിരിച്ചടി കൂടുക. പ്രതിസന്ധി മറികടക്കാൻ വില കുറച്ച് എണ്ണ നൽകാൻ അവർ തയ്യാറാകും. 2 വർഷം മുമ്പ് കോവിഡ് രൂക്ഷമായ ഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നു. അന്ന് ഇന്ധനവില കുത്തനെ ഇടിയുകയാണ് ഉണ്ടായത്. കോവിഡിന്റെ ഭീതി വീണ്ടും വന്നിരിക്കുന്നതിനാൽ വിപണി മറ്റൊരു തിരിച്ചടിയും പ്രതീക്ഷിക്കുന്നു. ചൈനയിൽ നിന്നാണ് കോവിഡിന്റെ ഒരു ആശങ്ക വീണ്ടും ഉടലെടുത്തിരിക്കുന്നത്. മറ്റു ചില രാജ്യങ്ങളിൽ കോവിഡിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് എണ്ണ വില ഇടിയാൻ തുടങ്ങിയത്. ഈ സാഹചര്യത്തിൽ ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് വില കുറച്ച് നൽകാൻ സൗദി അറേബ്യ തീരുമാനിക്കുമെന്നാണ് വിവരം. 10 മാസത്തിന് ശേഷമാണ് സൗദി വില കുറയ്ക്കാൻ പോകുന്നതെന്നതും എടുത്തു പറയേണ്ടതാണ്. ആയതിനാൽ തന്നെ എണ്ണ ഉപയോഗം കുറയുകയും ഉൽപ്പാദനം പതിവ് പോലെ തുടരുകയും ചെയ്താൽ വില കുത്തനെ ഇടിയുമെന്ന് ഉറപ്പാണ്. സൗദി ഓഹരി വിപണി കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത് ഇതിന്റെ ലക്ഷണമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അരാംകോയുടെ ഓഹരിയുടെ വിലയും താഴ്ന്നു. ഫെബ്രുവരിയിൽ ബാരൽ എണ്ണയ്ക്ക് $1.5 വില അരാംകോ കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരിയിൽ സൗദിയുടെ എണ്ണയ്ക്ക് വില കുറച്ചാൽ 2021 നവംബറിൽ നൽകിയ വിലയ്ക്ക് സമാനമായിരിക്കും. ഇതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻതോതിൽ എണ്ണ വാങ്ങിക്കൂട്ടും. കോവിഡ് കാലത്ത് ഇന്ത്യ സമാനമായ രീതിയിൽ എണ്ണ വൻതോതിൽ ശേഖരിച്ചിരുന്നു. ശേഷം റഷ്യ വില കുറച്ചപ്പോൾ അവിടെ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങുന്നത്. സൗദിയും വില കുറച്ചാൽ ഇന്ത്യക്ക് ഇരട്ടി മധുരമാകുമെന്നതിൽ മറ്റൊന്നും ഇനി ചിന്തിക്കേണ്ട. അതേസമയം ഇന്ത്യൻ കമ്പനികൾ വില കുറച്ച് എണ്ണ വാങ്ങുമ്പോഴും അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാറില്ല എന്നത് മറ്റൊരു കാര്യമാണ്. ഉയർന്ന നികുതിയാണ് ഇന്ത്യയിൽ വില ഇത്രയും അധികമാകാനുള്ള ഒരു കാരണമായി പറയുന്നത്. കഴിഞ്ഞ ദിവസം UAEയിലെയും ഗൾഫിലെ മറ്റു രാജ്യങ്ങളിലെയും ഓഹരി വിപണിയിൽ തിരിച്ചടി പ്രകടമായിരുന്നു. എന്നാൽ ഖത്തർ വിപണി 1.8% ഉയർച്ച രേഖപ്പെടുത്തി. ഖത്തർ ഇസ്ലാമിക് ബാങ്ക് 4.6% ഉയർന്നത്. ഖത്തർ നാഷണൽ ബാങ്ക് 3.6% ഉയർച്ച രേഖപ്പെടുത്തിയിരുന്നു.